ക്രിയാത്മകമായ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കടന്നാക്രമിക്കുന്ന പ്രതിപക്ഷമാണോ? ഇനി അങ്ങനെയായിരിക്കും കേരളത്തിലെ പ്രതിപക്ഷം എന്നാണ് സൂചനകൾ. AKG സെന്ററും വിവിധ പാർട്ടി ഓഫീസുകളും കേന്ദ്രീകരിച്ച് മുതിർന്ന നേതാക്കൾക്കടക്കം സർക്കാരിനെ തുടക്കത്തിലെ കടന്നാക്രമിക്കാൻ, ഒരു ശ്വാസം വിടാനുള്ള സമയം പോലും കൊടുക്കാതിരിക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇവർക്ക് ലക്ഷ്യം ജനങ്ങൾക്ക് വേണ്ടി ക്രിയാത്മകമായ പ്രതിപക്ഷമാവുകയല്ല, സർക്കാർ സംവിധാനങ്ങളെ കടന്നാക്രമിക്കുകയാണ്. സർക്കാരിൻ്റെ മന്ത്രിമാരായാലും ശരി, നേതാക്കന്മാരായാലും ഉദ്യോഗസ്ഥരായാലും എന്ത് തീരുമാനമെടുത്താലും അതിനെയൊക്കെ തന്നെ കടന്നാക്രമിച്ച് അതൊക്കെ ജനവിരുദ്ധമാണ് എന്ന് പറഞ്ഞു വെക്കണം, അങ്ങനെ വരുത്തി തീർക്കണം. അതാണ് CPM എന്ന പാർട്ടി ലക്ഷ്യമിടുന്നത്. വെറുതെയാണോ ഇവരെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയത്? ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി പറയുന്നുണ്ട്, ഞങ്ങൾ തോറ്റിട്ടില്ല, ഇത് അവസാനമല്ല, ഞങ്ങൾ തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ തിരിച്ചു വരാനാണ്? ഈ പറയുന്നത് തന്നെ മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ച ആ ഫ്ലക്സിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ്, മുഖ്യമന്ത്രിയുടെ മാത്രം ചിത്രം വെച്ച ഫ്ലക്സിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ തിരിച്ചു വരുമെന്ന്. ഇത്തരത്തിൽ കടന്നാക്രമിക്കാനും അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും, തെരുവുകൾ അക്രമ പരമ്പരകൾ കൊണ്ട് നിറയ്ക്കാനും, വാഹനങ്ങൾ കല്ലെറിയാനും, ക്യാമ്പസുകളിലും അതുപോലെ വിവിധ സ്ഥാപനങ്ങളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമര പരമ്പരകളും ഉണ്ടാക്കാൻ നിർദ്ദേശം ഔദ്യോഗികമായി നൽകുന്ന ഒരു പാർട്ടി. ഈ പാർട്ടിയെ CPM-നെ ജനങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു നിമിഷം അത് വളരെ അടുത്ത് തന്നെ ഉണ്ടാകും. നമുക്കറിയാം, ഒരു സർക്കാർ രൂപീകൃതമാവുകയാണ്, ദിവസങ്ങളെ ആയുള്ളൂ. എന്നിട്ട് തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കഴിഞ്ഞു. അതോടുകൂടിയാണ് CPM-ന്റെ നടുവൊടിഞ്ഞത്. ഈ ആശാ വർക്കർമാരുടെ സമരത്തിലൊക്കെ തന്നെ നടത്തിയ പ്രഖ്യാപനങ്ങൾ, അതുപോലെ തന്നെ നിരവധി പ്രഖ്യാപനങ്ങൾ, ഫസ്റ്റ് ക്യാബിനറ്റ് മീറ്റിംഗും കഴിഞ്ഞ ഉടൻ തന്നെ നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായി, എല്ലാം ജനപ്രിയമായിരുന്നു. അതോടുകൂടി CPM ഒരു പരുവത്തിലായി. ഇനിയിപ്പോൾ കടന്നാക്രമണമല്ലാതെ വേറെ ലക്ഷ്യമില്ല. എന്തു വന്നാലും ഇവരെ മനസ്സമാധാനത്തോടെ ഭരിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് CPM പോകുന്നത്. ഇത് കൂടുതൽ 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 ദോഷമേ ചെയ്യൂ. കാരണം ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു, പൂർണ്ണമായി ഉൾക്കൊണ്ടു തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ. ഇവിടെ SFI ഗുണ്ടകൾ നടത്തിയ ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ കിടന്ന് അലറി വിളിച്ചത് കണ്ടില്ലേ? അതുപോലെ M ശിവപ്രസാദ് എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ്റെ നിലവിളി കേട്ടില്ലേ? ഇതൊക്കെ കളിയാക്കി ചിരിക്കുകയാണ് ജനങ്ങൾ. SFI-ക്കാർ വരെ കളിയാക്കി ചിരിക്കുകയാണ്. ഇവനൊന്നും ഇനിയും ബോധം വെച്ചില്ല. ഇവനൊക്കെയാണ് നാളത്തെ പിണറായി വിജയന്മാരൊക്കെ ആയിട്ട് വരുന്നത്. കൊള്ളാം. ഏതായാലും കടന്നാക്രമണം അതിന് എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. മുതിർന്ന നേതാക്കളെ അടക്കം അതിനുവേണ്ടി സജ്ജനാക്കി എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ മുതിർന്ന നേതാക്കൾക്ക് തോറ്റ് തുന്നം പാടിയിട്ടും മതിയായിട്ടില്ല, ഇനിയും കടന്നാക്രമണം തുടരും. എന്നിട്ട് പറയുന്നതോ ക്രിയാത്മകമായ പ്രതിപക്ഷമായി നിലകൊള്ളും, സർക്കാരിൻ്റെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കൊക്കെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷ് പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ടിപ്പോൾ കടന്നാക്രമിക്കാൻ AKG സെന്ററിൽ നിന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. പിണറായി വിജയൻ തന്നെയായിരിക്കും നിർദ്ദേശം കൊടുത്തത്. കാരണം അതിൽ നിർദ്ദേശം കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി എന്നൊക്കെ ഉണ്ടെങ്കിലും ഒറ്റ വ്യക്തിയേ ഉള്ളത്, പിണറായി വിജയനാണ്. ഒറ്റ വ്യക്തിയാണ് ആ പാർട്ടി. അപ്പം കടന്നാക്രമണങ്ങൾ തുടരട്ടെ, അതിനെ നേരിടാനുള്ള ശക്തി മുഖ്യമന്ത്രി VD സതീശനും കൂട്ടർക്കും ഉണ്ടാകട്ടെ എന്നുകൂടി ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ പറയുന്നു. ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായി CPM-ന് മാറിക്കഴിഞ്ഞു. ജനങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തിയിരുന്ന കാലഘട്ടമൊക്കെ പോയി മറഞ്ഞു. ഇപ്പോൾ ഇത്തരത്തിൽ ഗുണ്ടായുസവും കടന്നാക്രമണവും ഇല്ലാത്ത കഥകൾ ഊതിപ്പെരിപ്പിക്കലും PR വർക്കും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെയാണ് പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ അവസ്ഥ അതിഭീകരമാണ്, അതിദാരുണമാണ്. കാണാം നമുക്ക്.